ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ പെന്തക്കോസ്ത തിരുനാൾ കൊണ്ടാടുകയാണ്. പെന്തക്കോസ്ത തിരുനാൾ സഭയുടെ ജന്മദിനമാണ്. ഈശോയുടെ ഈ ലോകത്തിലുള്ള ദൗത്യം നിറവേറ്റിക്കഴിഞ്ഞ് അവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചുപോയ സംഭവം കഴിഞ്ഞ ആഴ്ച നമ്മൾ ആഘോഷിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുക, നിങ്ങളെ ഉപേക്ഷിച്ച് പോകുകയല്ല, നിങ്ങൾക്കൊരു സഹായകനെ അയക്കാൻ ഞാൻ പോവുക. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ശിഷ്യന്മാരെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന, വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന, ശക്തി കൊണ്ട് നിറയ്ക്കുന്ന ആ ആത്മാവ്. ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ശിഷ്യന്മാർ, പ്രിയപ്പെട്ടവരെ, അവരുടെ ഭയം വിട്ട് പുറത്തേക്കിറങ്ങിയവർ ലോകത്തിലേക്കിറങ്ങി ധൈര്യത്തോടെ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ തുടങ്ങി. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കും പോലെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. എന്നിട്ട് അവർ ഈശോയെ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അവർ കർത്താവിന് സാക്ഷ്യം വഹിച്ച് ജീവിച്ചു. നമ്മുടെ ആരാധനാ വത്സരത്തിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന 4 തിരുനാളുകളുണ്ട്. അതിൽ നമുക്ക് പറയാം, വരുന്ന ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. അതിനു മുമ്പ് ദൈവത്തിലെ ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസിന് നമ്മൾ പിതാവിൻ്റെ തിരുനാളാണ് കൊണ്ടാടുന്നത്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്രയേറെ നമ്മെ സ്നേഹിച്ച ആ പിതാവിൻ്റെ സ്നേഹമാണ് ക്രിസ്മസിന് നമ്മൾ ആഘോഷിക്കുന്നത്. ഈസ്റ്ററിനോ തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും, തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമ്മുടെ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് രക്ഷ സാധിച്ച, രക്ഷ പകർന്നു തരുന്ന ആ ഈശോയുടെ രക്ഷണീയ കർമ്മത്തെ നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഈസ്റ്റർ, അത് പുത്രനായ ദൈവത്തിൻ്റെ തിരുനാളാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന പെന്തക്കോസ്ത തിരുനാളോ അത് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാളുകൾ ആഘോഷിച്ചിട്ട് നമ്മൾ വരുന്ന ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടും. നമുക്കറിയാം, നമ്മുടെ ദൈവം അടിസ്ഥാന കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ദൈവ വ്യക്തികൾ സ്നേഹത്തിൻ്റെ തികവിൽ ഒരേ ദൈവമായിരിക്കുന്ന അനുഭവമാണ് പരിശുദ്ധ ത്രിത്വം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് പുത്രനായ യേശുവിലൂടെ വന്ന രക്ഷ അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ശക്തിയിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വായനകളിലേക്ക് നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് നോക്കാം. 1-ാമത്തെ വായന ആ പെന്തക്കോസ്ത അനുഭവമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിലാണ് ഒരു കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള ശബ്ദം. പരിശുദ്ധാത്മാവും കൊടുങ്കാറ്റും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മൾ സൃഷ്ടികർമ്മത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ജലത്തിൻ്റെ മേൽ ആത്മാവിങ്ങനെ വ്യാപരിച്ചു എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ ആ ജലപ്രളയം തീരുന്നത് ഈ കാറ്റ് അടിച്ചിട്ടാണ്. മോശ ഇസ്രായേൽക്കാരെ വിമോചിപ്പിക്കുമ്പോൾ ആ ചെങ്കടലിനെ 2ആയി ഭാഗിച്ചത് അവിടേക്ക് ആ കാറ്റ് വീശിയപ്പോഴാണ്. നമ്മൾ എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ ഉണങ്ങി വരേണ്ട അസ്ഥികളുടെ താഴ്വരയിൽ അവിടെ കാറ്റ് അടിച്ചപ്പോഴാണ് അവിടെ ഒരു മഹാസൈന്യം ഉയർന്ന് നിന്നത്. ആ കാറ്റ്, പ്രിയപ്പെട്ടവരെ, ആ കാറ്റാണ് പെന്തക്കോസ്ത നാളിൽ ശിഷ്യന്മാരിലേക്ക് ആഞ്ഞു വീശിയത്. ആ കാറ്റിൽ നിന്നാണ് മനുഷ്യൻ ശ്വസിക്കുന്നത്. ആദ്യത്തെ മനുഷ്യൻ ജീവിക്കുന്നവനായി മാറുന്നത് ദൈവം അവൻ്റെ മൂക്കിലേക്ക് ശ്വസിച്ചപ്പോഴാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക.
സ്വർഗത്തിൻ്റെ കൊടുങ്കാറ്റാണ് പരിശുദ്ധാത്മാവെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ശ്വാസത്തിലൂടെ മനുഷ്യന് ജീവൻ പ്രാപിക്കുന്നു, മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു, മനുഷ്യൻ സ്നേഹത്താൽ നിറയുന്നു, വിജ്ഞാനത്താൽ നിറയുന്നു, ദൈവിക പാതയിലൂടെ മനുഷ്യൻ നയിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാരംഭ കൂദാശകളിലെ ആ പ്രാരംഭ കൂദാശകളെ നോക്കുക. ജ്ഞാനസ്നാനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുന്ന അനുഭവമാണ്. ദിവ്യകുർബാനയിലോ ഈശോയുടെ മരണവും ഉത്ഥാനവും ആഘോഷിച്ചുകൊണ്ട് ഈശോയാൽ നിറയപ്പെടുന്ന അനുഭവമാണ്. സ്ഥൈര്യലേപനത്തിലോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുന്ന അനുഭവമാണ്. ക്രൈസ്തവ ജീവിതത്തിലെ എല്ലാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ തുടക്കവും അതിൻ്റെ വളർച്ചയും പൂർത്തിയുമെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, നമ്മുടെ കൂട്ടായ്മ, സഭ ഒരു കൂട്ടായ്മയാണ്. ദൈവത്താൽ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം, അതാണല്ലോ എക്ലേസിയ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാ നാടുകളിൽ നിന്നും പല ഭാഷകൾ സംസാരിക്കുന്നവർ എല്ലാവരും ഓടി ഒരുമിച്ച് കൂടി എന്ന് പറയാണ്. അവിടെയാണ് സഭയുടെ ജന്മദിനം വരുന്നത്. അങ്ങനെ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ആ പരിശുദ്ധാത്മാവ്, തൻ്റെ സ്നേഹത്താൽ നിറച്ച് ആ സ്നേഹത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മളെ ആക്കുന്ന ആ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സങ്കീർത്തനം നോക്കുമ്പോഴോ, ദൈവമേ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഭൂമുഖം നവീകരിക്കണമേ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലോകം രൂപം കൊണ്ടത് ആ പരിശുദ്ധാത്മാവിലാണ് എങ്കിൽ ആ പരിശുദ്ധാത്മാവ് വീണ്ടും വീശി അടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊരു പുതിയ ലോകത്തിലായി തീരുക. ഒന്നാമത്തെ വായനയിലാണെങ്കിലോ ഒരു പുതിയ സമൂഹമായി മാറുക. ബാബേൽ ഗോപുരത്തിൻ്റെ അടുത്ത് അവിടെ മനുഷ്യർ പരസ്പരം മനസ്സിലാക്കാനാവാതെ ചിന്നിച്ചിതറിയപ്പോൾ പെന്തക്കോസ്ത് നാളിലോ ഈ ശിഷ്യന്മാരെല്ലാവരും പല നാട്ടിൽ നിന്ന് ഒരുമിച്ച് കൂടുക. ഒരുമിച്ച് കൂടിയിട്ട് അവർ പരസ്പരം മനസ്സിലാക്കുന്നവരായി മാറി എന്ന് പറയാണ്. ബാബേൽ ഗോപുരത്തിൻ്റെ ഒരു തിരുത്തലാണ് പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തായിൽ നമ്മൾ അനുഭവിക്കുക. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായം 12 മാത്രമല്ല 13, 14 അധ്യായങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് ഈശോയുടെ വാഗ്ദാനമുണ്ടല്ലോ. നമ്മൾ ലൂക്ക 1:35 മാലാഖ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തിയാൽ നീ നിറയുമെന്ന്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് നിറയുന്നത് നമ്മളെ പുതിയ സൃഷ്ടിയാക്കാൻ വേണ്ടിയാണ്, നമ്മിൽ ദൈവിക ജീവൻ തരാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പരിശുദ്ധരാക്കുന്ന ആത്മാവാണ്, നമ്മളെ പരിശുദ്ധരാക്കാൻ വേണ്ടിയാണ്, നമ്മളെ ദൈവവുമായിട്ട് ഐക്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഐക്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതേപോലെ ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിത ദൗത്യം നിറവേറ്റുവാൻ, നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ വിവിധ വരങ്ങളാണ്. നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, തനിമയുള്ളവരാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം നിറവേറ്റാനുണ്ട്. അതിനാ ദൈവം ഒത്തിരി പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ വിവിധ വരങ്ങളാൽ നിറയ്ക്കുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലും ഈശോനാഥൻ ശിഷ്യരിലേക്ക് തൻ്റെ ശ്വാസമൂതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് ആ പാപം മോചിക്കുവാനുള്ള, കൂദാശകൾ നിറവേറ്റുവാനുള്ള ആ കഴിവ് നൽകുക. അപ്പോൾ നമ്മുടെ തിരുസഭയിലെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിലൂടെയാണ്. സഭയിലെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. നമ്മൾ റോമർ 8:26 നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബൈബിൾ രചിക്കപ്പെട്ടത്, നമുക്ക് ബൈബിൾ വായിക്കാനും ഗ്രഹിക്കാനും സാധിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവനിവേശിതമായ ഗ്രന്ഥങ്ങൾ എന്നാണ് ബൈബിളിലെ ഗ്രന്ഥങ്ങളെ പറയുക. ദൈവത്തിൻ്റെ നിവേശനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള നിറവാണ്.
ഇപ്പോൾ സഭയിലെ കൂട്ടായ്മയാകട്ടെ, സഭയിലെ പ്രാർത്ഥനയാകട്ടെ, സഭയിലെ ബൈബിൾ ആകട്ടെ, അതേപോലെ നമ്മുടെ കൂദാശകൾ ഓരോന്നും പ്രിയപ്പെട്ടവരെ, കൂദാശകളുടെ അടിസ്ഥാനം തന്നെ, അതിലെ ശക്തി തന്നെ ഈ പരിശുദ്ധാത്മാവാകുന്ന ശക്തിയാണ്. നമ്മുടെ ദിവ്യകുർബാന തുടക്കം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. നമ്മൾ ഒരുമിച്ച് കൂടുന്നു, നമ്മുടെ പാപത്തെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. നമ്മൾ ബൈബിൾ വായിക്കുന്നു, അത് ഗ്രഹിക്കുന്നു, ദൈവവചനത്താൽ നമ്മൾ നിറയപ്പെടുക. യോഹന്നാൻ 14:26 നമ്മൾ വായിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നിങ്ങളെ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന് പറയുകയാണ്. റോമർ 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നിറയപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ ബോധപ്പെടുമ്പോൾ, യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ വേണ്ടതെല്ലാം ഓർക്കുകയും നമ്മൾ എല്ലാ അറിവിലേക്കും നയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മൾ ശക്തി പ്രാപിച്ച് ദൈവത്തെ പ്രഘോഷിക്കുന്നവരായി മാറുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വായനകളിലൂടെ നോക്കുക, ഇന്നത്തെ ആഘോഷം നോക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ആഘോഷമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനുള്ള ആഘോഷമാണ്. ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറഞ്ഞ് നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ രൂപാന്തരപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ സ്നേഹം നിറഞ്ഞവരും സമാധാനമേകുന്നവരുമായി ജീവിക്കണം. അതേപോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ദൈവശക്തിയാൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട വ്യക്തികൾ, പരിശുദ്ധാത്മാവിനാൽ പ്രിയപ്പെട്ടവരെ ശക്തരാക്കപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ ബൈബിൾ ഉടനീളം കാണുക. ആദം തുടങ്ങി മോശ, ദാവീദ്, പ്രവാചകന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, മാതാവ്, ഈശോ, ശിഷ്യന്മാർ, സഭയിലെ ഓരോ അംഗവും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി പ്രിയപ്പെട്ടവരെ ജീവിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട് ദൈവിക ജീവൻ ഉൾക്കൊണ്ട് ദൈവികമായ സ്നേഹം അനുഭവിച്ച് ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവവചനത്താൽ പഠിപ്പിക്കപ്പെട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ഈശോ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതിനുവേണ്ട കൃപാവരം ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ. ആമേൻ.